മാധ്യമ സമൂഹത്തെ മാപ്രകൾ എന്ന് വിളിച്ചുകൊണ്ട് മാപ്രകളല്ല ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് ഞങ്ങൾ തന്നെയാണ് എന്ന ഉറച്ച ശബ്ദത്തോടു കൂടി ആർ ശ്രീലേഖ തന്റെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ തനിക്ക് ഒരു അതൃപ്തിയും ഇല്ല എന്ന് BJP കൗൺസിലർ ആർ ശ്രീലേഖ ആവർത്തിച്ചു. തനിക്ക് ഒരു അതൃപ്തിയും ഇല്ലായിരുന്നു എന്നും ഇപ്പോഴും ഇല്ലെന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്നെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ ശല്യം ചെയ്ത പുറകെ നടന്ന ചോദ്യം ചോദിച്ച് ഹരാസ് ചെയ്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ച് അവരുടെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു. വിവാദങ്ങൾ വെറുതെ വിറ്റുകാശ്, അതായത് റേറ്റിംഗ് ആക്കാൻ ഇതൊക്കെ കാണുന്ന പാവം മലയാളികൾ ചിലരെങ്കിലും അത് വിശ്വസിക്കുന്നവരും ശ്രീലേഖ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നവരുമായിരിക്കാം. മഹത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രമെന്നും ശ്രീലേഖ കുറിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനം ലഭിക്കാത്തതിലെ അതൃപ്തി നേരത്തെ ശ്രീലേഖ തുറന്നു പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ ശ്രീലേഖ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും താൻ എഡിറ്റ് ചെയ്ത ഭാഗം, താൻ പറഞ്ഞ കാര്യത്തിൽ എഡിറ്റ് ചെയ്ത ഭാഗം മാത്രമാണ് കാണിച്ച് റേറ്റിംഗ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും പറയുന്നു. ഫേസ്ബുക്ക് കുറിപ്പിന്റെ രൂപം നോക്കാം. വൃത്തികെട്ട മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൽ. ഇന്ന് എന്നെ ഓഫീസിൽ പ്രവേശിപ്പിക്കാതെ ശല്യം ചെയ്ത് പുറകെ നടന്ന ചോദ്യം ചോദിച്ച് ഹറാസ് ചെയ്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ചിലർ എഡിറ്റ് ചെയ്ത ഭാഗങ്ങൾ മാത്രം കാണിച്ച് അവരുടെ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നു. വിവാദങ്ങൾ വെറുതെ വിറ്റ് കാശാക്കാൻ ഇതൊക്കെ കാണുന്ന പാവം മലയാളികൾ ചിലരെങ്കിലും അത് വിശ്വസിക്കുന്നു. കഷ്ടം. ആവർത്തിച്ചു പറയുന്നു, മാപ്രകൾ എന്ത് കള്ളം പറഞ്ഞാലും എനിക്ക് ഒരു അതൃപ്തിയും ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. മഹത്തായ ഭാരതീയ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനം മാത്രമാണ് ഉള്ളത്. I am a proud party worker, a happy ward councillor and a dedicated public servant. My response to third-rate media person who spread false stories: go climb a tree, or for that matter, many trees. ശ്രീലേഖ ആദ്യം പറഞ്ഞത് തെരഞ്ഞെടുപ്പിൽ നിർത്തിയത് കൗൺസിലറാകാൻ വേണ്ടി മാത്രമല്ലെന്നും മേയറാകുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണെന്നും ആർ ശ്രീലേഖ പറഞ്ഞിരുന്നു. യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ആർ ശ്രീലേഖ അതൃപ്തി തുറന്നു പറഞ്ഞത്. മത്സരിക്കാൻ വിസമ്മതിച്ച് തന്നെ മേയറാക്കുമെന്ന ഉറപ്പിലാണ് മത്സരിപ്പിച്ചത്. അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ താനായിരിക്കും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നാണ് കരുതിയത്. സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കേണ്ട BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് താൻ. 10 സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനുള്ള ചുമതലയും നൽകി. അവസാനം കൗൺസിലർ ആകേണ്ട സാഹചര്യത്തിൽ പാർട്ടി പറഞ്ഞത് അംഗീകരിക്കുകയായിരുന്നു. താനാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ മുഖമെന്നാണ് നേതൃത്വം പറഞ്ഞതും ചാനലുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചതും. ചർച്ചകൾക്കും താനാണ് പോയിരുന്നത്. എന്നാൽ എന്തോ കാരണം കൊണ്ട് അവസാന നിമിഷം കാര്യങ്ങൾ മാറി മറിഞ്ഞു. VV രാജേഷിന് കുറച്ചുകൂടി മികച്ച രീതിയിൽ മേയറായും ആശാനാഥിന് ഡെപ്യൂട്ടി മേയറായും കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കാൻ പറ്റുമെന്ന കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം അത്തരമൊരു തീരുമാനം എടുത്തതെന്നാണ് തന്റെ കണക്കുകൂട്ടൽ. നേതൃത്വത്തിന്റെ തീരുമാനത്തോട് തർക്കമില്ല, അത് അംഗീകരിക്കുന്നു. തീരുമാനത്തെ എതിർത്ത് പോടോ പുല്ലേ എന്ന് പറഞ്ഞ് ഇറങ്ങിയോടാൻ പറ്റില്ല. തന്നെ ജയിപ്പിച്ചവർ ഇവിടെയുണ്ട്. കൗൺസിലറായി 5 വർഷം തുടരുമെന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും ആർ ശ്രീലേഖ പറഞ്ഞു. യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖം വാർത്തയായതിനു പിന്നാലെയാണ് മാധ്യമങ്ങൾ വിശദീകരണം തേടിയിരുന്നത്. നിയമസഭയിലേക്ക് മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് ആർ ശ്രീലേഖ ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഓൺലൈൻ മാധ്യമത്തിലെ അഭിമുഖം പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് ആർ ശ്രീലേഖ അതൃപ്തി തുറന്നു പറഞ്ഞു. 5 വർഷം കൗൺസിലറായി പ്രവർത്തിക്കാനാണ് ആഗ്രഹമെന്നും നിയമസഭയിലേക്ക് മത്സരിക്കാൻ തൽക്കാലം താല്പര്യമില്ലെന്നും ശ്രീലേഖ പറഞ്ഞിരുന്നു. മേയർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയ ശ്രീലേഖയെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ മത്സരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സ്ഥാനാർത്ഥിയാക്കാനില്ലെന്ന് ശ്രീലേഖ വ്യക്തമാക്കുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ചരിത്രത്തിൽ ആദ്യമായി BJP അധികാരത്തിലെത്തിയ ശേഷമാണ് മേയർ സ്ഥാനം സംബന്ധിച്ചുള്ള അതൃപ്തിയും ചർച്ചയാകുന്നത്. ശാസ്തമംഗലത്തെ കൗൺസിലർ സ്ഥാനാർത്ഥിയായി മുൻ DGP കൂടിയായ ആർ ശ്രീലേഖയെ മത്സരരംഗത്ത് ഇറക്കിയത് മുതൽ മേയർ സ്ഥാനവും ചർച്ചയായിരുന്നു. VV രാജേഷിന്റെയും ആർ ശ്രീലേഖയുടെ പേരുകളായിരുന്നു മേയർ സ്ഥാനത്തേക്ക് ആദ്യം മുതൽ ഉയർന്നു കേട്ടിരുന്നത്. അവസാന നിമിഷം വരെ മേയർ ആരാകുമെന്നതിൽ BJP സസ്പെൻസും തുടർന്നിരുന്നു. തുടർന്ന് മേയർ സ്ഥാനാർത്ഥിയുടെ മത്സരത്തിന് മുമ്പായിട്ടാണ് BJP VV രാജേഷിനെ മേയറായും ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറായും പ്രഖ്യാപിച്ചത്. മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് ആർ ശ്രീലേഖ നേരത്തെ മടങ്ങിപ്പോയതും വാർത്തയായിരുന്നു. ഇനി ആർ ശ്രീലേഖയുടെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്നിരിക്കുന്ന ചില കമന്റുകൾ കൂടി നമുക്കൊന്ന് നോക്കാം. മാഡം, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ മാത്രം നിങ്ങൾ അഡ്രസ്സ് ചെയ്യൂ. കൃത്യമായി ആലോചിച്ചും ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്തും പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളെ ശ്രവിക്കും.
കേരളത്തിൽ മാധ്യമപ്രവർത്തനം ഇത്രയും നീചമായ ഒരവസ്ഥ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. മാഡം, മലയാള മാധ്യമ പ്രവർത്തകരുടെ അടുത്ത് പോകരുത്. അവർ മൊത്തം പഴയ SFIക്കാരാണ്. കുറെ സുരേഷ് ഗോപിയുടെ പിറകെ നടന്നു. ഇനി മാഡത്തിന്റെ പിറകെ വരും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടിയത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. വട്ടിയൂർക്കാവിൽ മാഡം നല്ല പോലെ പ്രവർത്തിക്കൂ. തീർച്ചയായും വിജയം നേടാൻ സാധിക്കും. മാധ്യമങ്ങളുടെ കുരുട്ട് ബുദ്ധിയിൽ വീഴാതെ നോക്കുക എന്നതാണ് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകയും ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാതെ പോവുക എന്നതാണ് ഉചിതം. മാധ്യമങ്ങൾക്ക് ബ്രേക്കിംഗ് മാത്രം മതി. തിരുവനന്തപുരം പോലെ ഒരു കോർപ്പറേഷൻ രാഷ്ട്രീയം അറിയുന്ന ഒരു പ്രഗത്ഭൻ തന്നെയാണ് ഇന്നത്തെ സ്ഥിതിക്ക് മേയറായി വരേണ്ടത്. കാരണം 1-3 മാസം കഴിഞ്ഞാൽ ഇലക്ഷനാണ്. 2 CPIM അടുത്ത ഇലക്ഷനിൽ തോൽക്കും. പിന്നെ സമരങ്ങളുടെ തേരോട്ടമായിരിക്കും. അതിനെതിരെ പിടിച്ചു നിൽക്കാൻ ശ്രീലേഖജിക്ക് ലേശം പണിപ്പെടേണ്ടി വരും. ഇപ്പോൾ ഉചിതമായ തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കൃത്യമായ വാർത്തകൾ ഉണ്ടാക്കാനായി ഔചിത്യമില്ലാത്ത നാണം കെട്ട രീതികൾ പിന്തുടരുന്നത് എല്ലാവരും വെറുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ നശിച്ച മാപ്രകളെ അവഗണിക്കുവാൻ നല്ല പ്രവർത്തികളും രാഷ്ട്രീയ ചിന്തകളുമായി മുന്നോട്ട് പോവുക. വഴിമുട്ടാനുള്ള ശ്രമങ്ങളാണ്, വഴിമുടക്കാനുമുള്ള ശ്രമങ്ങളാണ്. കണ്ടില്ല എന്നടിക്കുക പ്രയാസമാണ്. എന്നാലും പണ്ട് തനിനിറം പോലെ ചിലത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഏതാണ്ട് എല്ലാം ഇത് തന്നെയായി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും എല്ലാ മാധ്യമങ്ങളെയും അടച്ചാക്ഷേപിക്കേണ്ടതില്ല. എന്നാൽ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ പുല്ലുപോലെ കാണുന്ന ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡിന് അപ്പുറത്തേക്ക് തഴം താഴ്ന്നു പോകുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്.